പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ നമുക്കിങ്ങനെ കൺകുളിർക്കെ കണ്ട് ആസ്വദിക്കാൻ നമുക്ക് പറ്റിയതിലും ഈ ഒരു നല്ല ജീവിതത്തിലോട്ട് നമ്മളെ നയിച്ചതിനും പ്രകൃതിയോട് നമ്മൾ എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഇതുപോലുള്ള പ്രകൃതി രമണീയമായ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് ഹാർദമായ സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇതുവരെ പോയ പോലുള്ള അടിപൊളിയായിട്ടുള്ള സ്പോട്ടുകൾ തേടി തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആലക്കോട് ഭാഗത്തായിട്ട് ഏതാണ്ട് വരുന്ന നമ്മുടെ കൊട്ടത്തലച്ചി മൗണ്ടിലോട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഏതാണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്ത് പിടിയുണ്ട് അല്ലെങ്കിൽ ഏത് രീതിക്കാ കാര്യങ്ങളെന്നൊന്നും ഒന്നും അറിയില്ല. ഈ ഒരു മൗണ്ട് കണ്ട ഉടനെ തന്നെ ചാടിക്കേറി അങ്ങോട്ട് നമ്മൾ പുറപ്പെട്ടതാണ് കേട്ടോ. ഏതായാലും നമ്മൾ വിഷ്വൽസിൽ കണ്ട സമയത്ത് അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ തന്നെയാണ് അവിടെ കാണാൻ പറ്റിയത്. നല്ല രീതിയിലുള്ളൊരു മൗണ്ടാണ്, അതുപോലെ തന്നെ നല്ല വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പം നമുക്ക് നേരെ അവിടത്തേക്ക് വിടാം. നമ്മൾ ഏതാണ്ട് ഈ ഒരു സ്പോട്ടിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതല്ല, നമ്മൾ ഈ ഒരു കയറ്റം ഒരുപാട് കയറാനുണ്ട്. നല്ല രീതിക്കുള്ള ട്രക്കിംഗ് തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഏതാണ്ട് ഈ ഒരു പരിസരം വരെ നമ്മളെ വാഹനം വരുള്ളൂ. നമ്മളിവിടെ ഏതാണ്ട് വാഹനം പാർക്ക് ചെയ്യണം. നമ്മൾ വന്നത് കാറിലാണ്. അപ്പോൾ കാർ ഒരു കാരണവശാലും നമുക്ക് ഇതുപോലുള്ള വഴികളിലൂടെ നമുക്ക് ഓടിച്ച് പോകാൻ പറ്റില്ല. കാരണം ഒരുപാട് റിസ്ക് ആണ്. അത് വാഹനത്തിനും കേടുപാട് പറ്റുന്ന ഒരുപാട് കംപ്ലയിൻസ് ഒക്കെ ഉണ്ടാവും. അപ്പം ഈ ഒരു സ്പോട്ടിൽ നമ്മൾ വാഹനം നിർത്തിയിട്ട് വേണം ഈ ഒരു മല കയറാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതുപോലുള്ള വഴിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ പോയി എത്തുമ്പോൾ ഒരുപാട് കാടിൻ്റെ നടുക്കൊക്കെ നമ്മൾ എത്തുന്ന പ്രകൃതിയുടെ വലിയൊരു മഹാസംഭവം അല്ലെങ്കിൽ വലിയൊരു പ്രതിഭാസം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല തണുപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കയറ്റാണെങ്കിൽ പോലും തുടക്കത്തിലൊന്നും നമുക്ക് അത്ര രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. കൂടുതൽ വെയിലൊന്നും ആ സമയത്ത് നമുക്കിവിടെ അടിക്കുന്നില്ല കേട്ടോ. ഇത് നിങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല രീതിക്കുള്ള പച്ചപ്പാണ് ഇവിടെ എവിടെ നോക്കിയാലും. അതുകൊണ്ട് തന്നെ നല്ല രീതിക്കുള്ള ആ ഒരു തണുപ്പ് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. എവിടെ നോക്കിയാലും പച്ചപ്പാർന്ന ഒരു പ്രദേശമാണ് ഇവിടെ സത്യം പറഞ്ഞാലുള്ളത്. പക്ഷേ നല്ല രീതിക്ക് കയറ്റമുണ്ട്. നമ്മൾ ഇവിടുന്ന് കയറി വേണം നമ്മൾ മുകളിലോട്ട് എത്താൻ കേട്ടോ. നമ്മളിവിടെ വന്ന സമയത്ത് നമ്മളല്ലാതെ മറ്റൊരു മനുഷ്യ കുഞ്ഞു പോലും ഈ ഭാഗത്തൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഗൈസ്. സത്യം പറഞ്ഞാൽ നമുക്ക് ഈ ഒരു കാടിൻ്റെ നടുവിലെത്തുമ്പോൾ ചെറിയൊരു മഴ അനുഭവപ്പെട്ടിരുന്നു, ചെറിയ രീതിയിലുള്ള. അത് നമ്മുടെ യാത്രക്കും കുറേ ഭാഗം നമുക്ക് സഹായിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് വിയർക്കുന്ന ഒരു പരിപാടി കംപ്ലീറ്റ് നമുക്ക് ഒഴിവായി കിട്ടും. അതുപോലെ തന്നെ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ വരുമ്പോൾ നിങ്ങൾ കൃത്യമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മൾ സെക്യൂർഡ് ആവണം ആദ്യം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചപ്പൽസ് യൂസ് ചെയ്യുന്നതാണെങ്കിൽ കൂടുതലും നമ്മൾ ബൂട്ട്സ് അല്ലെങ്കിൽ ഷൂ പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള കാടാണ്. വെനമസ് ആയിട്ടുള്ള പല ജീവികളും ചിലപ്പോൾ ഇവിടെ ഉണ്ടാവാം. നമ്മൾ ട്രക്കിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ നമ്മൾ എൻ്റർടൈൻ ചെയ്യാൻ വരുന്നതായിരിക്കാം. പക്ഷേ സേഫ്റ്റിയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മസ്റ്റായിട്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അത്യാവശ്യം ചെറിയൊരു മഴയും ഉണ്ട് കേട്ടോ. അപ്പം നടക്കാൻ നമുക്ക് കുറച്ചും കൂടെ സുഖമായി. നല്ല തണുപ്പുണ്ട്. മഴ എന്ന് വെച്ചാൽ വലിയ മഴയൊന്നുമല്ല, ഒരു ചെറിയ ചാറ്റൽ മഴ. ഒരു മലേൻ്റെ മുകളിലെത്തി മല കാണിച്ചിരാ. വാഹനങ്ങൾ കൂടുതലായി വരാത്തത് കൊണ്ട് തന്നെ നടത്തല്ലാതെ നമുക്ക് ഇവിടെ വേറൊരു ഓപ്ഷൻ ഇല്ല. സത്യത്തിൽ പറഞ്ഞാൽ നമ്മൾ വാഹനത്തിൽ വരുന്നതിനേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് നമ്മൾ നടന്ന് കയറുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. വാഹനത്തിൽ കയറുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആ ഒരു എൻ്റർടൈൻമെൻ്റ് ഒന്നും നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി നമുക്ക് പറ്റില്ല. വാഹനത്തിലല്ലാതെ നമ്മൾ നടന്ന് കയറുമ്പോഴാണ് നമുക്ക് ശരിക്കും ഇതിൻ്റെ ആ ഒരു പ്രയാസത്തോടു കൂടിയുള്ള ആ ഒരു എൻ്റർടൈൻമെൻറ്റ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഏതാണ്ട് ഇവിടെ എത്തി. ഇവിടെ 1-ാം മല, അതുപോലെ തന്നെ 2-ാം മല, അങ്ങനെയായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഏതാണ്ട് മുകളിലെത്തുമ്പോൾ ഒരുപാട് മലകളുണ്ട്. ഏതാണ്ട് 10-13ഓളം മലകളോളം ഉണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു കരിങ്കൽക്കെട്ട് കംപ്ലീറ്റ് നമ്മൾ മുകളിലോട്ട് കയറി നമ്മൾ പോകണം കേട്ടോ.
ഇവിടെ ക്രിസ്ത്യൻ മതവിശ്വാസികൾ ഒരുപാട് ആൾക്കാർ വന്ന് മെഴുകുതിരിയൊക്കെ കത്തിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മളിതുപോലുള്ള മലകൾ കയറുമ്പോൾ നമ്മൾ ഒരുപാട് റെസ്റ്റ് എടുക്കാനും പാടില്ല, എന്നാൽ നമ്മൾ തീരെ റെസ്റ്റ് എടുക്കാണ്ടിരിക്കാനും പാടില്ല. അങ്ങനെ ആയിരിക്കണം. നമ്മളിപ്പോൾ ഒരു 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് എടുക്കുക, വീണ്ടും കയറുക. അത് കഴിഞ്ഞാൽ കുറച്ച് കയറി കഴിഞ്ഞാൽ വീണ്ടും ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുക്കുക. നമ്മൾ കണ്ടിന്യൂസ്ലി റെസ്റ്റ് എടുക്കാണ്ട് നമ്മൾ കയറാനും പാടില്ല, എന്നാൽ ഓവറായിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കാനും പാടില്ല. രണ്ടും നമുക്ക് പ്രയാസം ഉണ്ടാക്കും നമ്മുടെ തുടർന്നുള്ള യാത്രക്ക്. ഓവറായിട്ട് നമ്മൾ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കയറാനായിട്ട് പറ്റില്ല. രണ്ടാമതായിട്ട് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ തീരെ റെസ്റ്റ് എടുക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ തലചുറ്റൽ ഉൾപ്പെടെ പല കാര്യങ്ങളും വന്നേക്കാം. അപകടമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ കയറി പോകുമ്പോൾ. അപ്പം നമ്മൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ കയ്യിൽ നമുക്ക് കുടിക്കാനായിട്ടുള്ള വെള്ളവും കാര്യങ്ങളും എല്ലാം നമ്മുടെ കയ്യിൽ സ്റ്റോറേജ് ആയിട്ട് തന്നെ വേണം കേട്ടോ. കാരണം വെള്ളമില്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്, അതെല്ലാവരും ശ്രദ്ധിക്കണം. നമുക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്, നമ്മൾ ഒരു ബോട്ടിൽ വെള്ളം മാത്രമേ നമ്മൾ കൊണ്ടുപോയുള്ളൂ. അത് സത്യത്തിൽ പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് നമുക്ക് അനുഭവിക്കേണ്ടി വന്നത് ഈ ഒരു അവസ്ഥയിൽ. കാരണം ഇത്തരത്തിലുള്ള കയറ്റങ്ങളിൽ നമ്മുടെ തൊണ്ട കംപ്ലീറ്റ് ഡ്രൈ ആവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ തൊണ്ട ഡ്രൈ ആവാതെ നമ്മൾ വെള്ളം ചെറിയ രീതിയിൽ നമ്മൾ നനച്ചുകൊണ്ടേ ഇരിക്കണം നമ്മുടെ തൊണ്ടയിലോട്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് വെള്ളം ഇല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ബോധക്ഷയം ഉൾപ്പെടെ പലതും വരാൻ ചാൻസ് ഉണ്ട്. നോക്കൂ ഗൈസ്, എത്ര വലിയൊരു പ്രതിഭാസമാണ് പ്രകൃതി നമുക്ക് വേണ്ടി ഇവിടെയൊക്കെ ഒരുക്കിയിരിക്കുന്നത്. ഇതൊക്കെ കണ്ടില്ലെങ്കിൽ പിന്നെ എന്തൊരു ലൈഫാണല്ലേ. അപ്പോൾ നമ്മൾ ലൈഫിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രകൃതിയുടെ പ്രതിഭാസങ്ങളൊക്കെ നമ്മൾ ആസ്വദിക്കാൻ മാക്സിമം ശ്രമിക്കുക കേട്ടോ. നമ്മുടെ കണ്ണൂർ ഭാഗത്ത് നിന്ന് ആലക്കോട് ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള ഭാഗത്തേക്കാണ് ഈ ഒരു മൗണ്ട് വരുന്നത്. അപ്പം ഞാൻ ഈ ഒരു മൗണ്ടിലേക്ക് എത്താനുള്ള ലൊക്കേഷൻ ഞാനിവിടെ പിൻ ചെയ്യാം കേട്ടോ. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും ടോപ്പ് പ്ലേസ്. ഇതേ കുരിശ് കണ്ടോ, ഇവിടുത്തെ ഏറ്റവും ടോപ്പ് പ്ലേസാണ് കേട്ടോ. ഇത് സംഭവം നമ്മൾ വിചാരിച്ച പോലെയല്ല. കയറ്റം എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് തന്നെയാണ്, നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ ഇതുപോലെ കയറി വരുമ്പോഴേ അതിൻ്റെ രസം അറിയുള്ളൂ. നമ്മൾ ഈ കൊട്ടത്തലച്ചി മൗണ്ടിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി കേട്ടോ, എവറസ്റ്റിൽ. അവിടെയുള്ളത് നമുക്ക് കയറ്റം കുറച്ച് റിസ്ക് തന്നെയാണ്, പക്ഷേ ഇവിടെ കയറാമെന്ന് പറഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വരാൻ ശ്രമിക്കുക. നല്ല പൊളി സ്ഥലമാണ്, നമുക്ക് നല്ല ഫോട്ടോ എല്ലാം എടുക്കാൻ പറ്റും. പിന്നെ പ്രത്യേകിച്ച് ശ്വാസം മുട്ടലുള്ള ആരും വരണ്ട കേട്ടോ, കയറാൻ പറ്റില്ല. അല്ലാത്തവർ റിസ്ക് എടുത്ത് വരികയാണെങ്കിൽ ഇവിടെ നല്ല വ്യൂ ആട്ടോ ഏറ്റവും ടോപ്പിൽ. പിന്നെ സൂക്ഷിക്കണം, നമ്മൾ ഫോട്ടോയും വീഡിയോ എല്ലാം എടുക്കുന്ന സമയത്ത് നമ്മൾ സൂക്ഷിക്കണം. സേഫ്റ്റിയാണ് നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ. അത് ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം നമ്മൾ വരിക. അതുപോലെ തന്നെ ചെറിയ കുട്ടികളാരും മുതിർന്ന ആൾക്കാരുടെ പ്രസൻസ് ഇല്ലാണ്ട് ഇവിടത്തോട്ട് വരാൻ വേണ്ടി ശ്രമിക്കരുത്. നല്ല വ്യൂ പോയിൻ്റ് ആണെങ്കിലും നല്ല അപകടം നിറഞ്ഞ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. നല്ല താഴ്ചയാണ് കണ്ടോ. ഓക്കെ,
Setting auto iko camera ingoteko